ഒരു ബഗ്ഗി വാഹനത്തിൽ അവർ ശരിക്ക് കൊണ്ടുപോയി കാണിച്ചു തരും ഖൈബറിലെ കോട്ടകൾ. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹബീബായ നിബിതങ്ങളും അവിടുത്തെ മുഅ്മിനീങ്ങളും പ്രതിരോധിച്ച ഖൈബറിന്റെ കോട്ടകൾ ഇന്നും ഖൈബറിലുണ്ട്, ഇന്നും അവിടെ ഉണ്ട്. 1400 കൊല്ലം കഴിഞ്ഞു. അതിനു മുമ്പുണ്ടായിരുന്ന കോട്ടകളായിരിക്കാം, ഇപ്പോഴും അതിൻ്റെ അവശേഷിപ്പുകളുണ്ട്. ഖൈബർ മുസ്ലിമീങ്ങളുടെ അധികാരത്തിലേക്ക് വന്നപ്പോൾ ഖൈബറിൽ ഈത്തപ്പന തോട്ടങ്ങളുണ്ട്. കുന്നുകൾ നിൽക്കുന്ന സ്ഥലമാണ്, മലകളുള്ള പ്രദേശമാണ്. ആ ഈത്തപ്പഴങ്ങൾ പറിക്കാൻ പുണ്യനബി ഏൽപ്പിച്ച നിബിതങ്ങളുടെ ഉദ്യോഗസ്ഥനായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. മഹാനായ സ്വഹാബി ഖൈബറിലേക്ക് കടന്നു ചെന്നപ്പോ അവിടുത്തെ ജൂതന്മാരോട് മഹാനവർ പറഞ്ഞു, യാ മഅ്ശറൽ യഹൂദ്, ജൂതന്മാരെ, ജിഅ്തുകും മിൻ ഇൻദി അഹബ്ബിൻ നാസി ഇലയ്യ, ഞാൻ വന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മഹാന്റെ അരികത്ത് നിന്നാണ് ഞാൻ വരുന്നത്. അതാരാ? മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ ഇന്നകും ലമിൻ അബ്ഗളിൻ നാസി ഇലയ്യ, ജൂതന്മാരെ, എൻ്റെ റസൂലിനോട് നിങ്ങൾ കാണിച്ച ബിട്രയൽ, നിങ്ങൾ കാണിച്ച വഞ്ചന, എൻ്റെ ഹബീബിനോട് നിങ്ങൾ കാണിക്കുന്ന വൈരാഗ്യവും വിരോധവും നിങ്ങളുടെ വെറുപ്പും, അത് കാരണം എനിക്ക് നിങ്ങളോട് വെറുപ്പുണ്ട് എന്നത് ശരി തന്നെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് എൻ്റെ റസൂൽ. നിങ്ങളാണെങ്കിലോ എൻ്റെ റസൂലിനോടും അനുയായികളോടും അനീതി ചെയ്തവരാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പ്രതിഷേധമുണ്ട്. എന്നാൽ ഞാനെന്ന് പറഞ്ഞോട്ടെ, വലാകിൻ ലൻ യദ്ഫഅനി ഹുബ്ബി ലഹു വബുഗ്ദി ലകും അൻ അജൂർ, എൻ്റെ റസൂലിനോട് സ്നേഹമുണ്ട്, നിങ്ങളോട് എനിക്ക് വെറുപ്പുണ്ട്, എന്നാൽ പോലും നിങ്ങളോട് ഞാൻ അനീതി ചെയ്യില്ല കേട്ടോ, നീതി മാത്രമേ ഞാനിവിടെ നടപ്പാക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു വലിയൊരു പ്രഖ്യാപനം നടത്തുമ്പോൾ അന്ന് ജൂതന്മാരാണ് പറഞ്ഞത്, ബിൽ അദ്ലി ഖാമത്തിസ് സമാവാതു വൽ അർള്, ബിൽ അദ്ലി ഖാമത്തിസ് സമാവാതു വൽ അർള്, നീതി കൊണ്ടാണ് ആകാശങ്ങളും ഭൂമിയും നിലനിൽക്കുന്നത്. ഈ ഭൂമിയിൽ നീതിയില്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചം ഇടിഞ്ഞു തകർന്നു വീണേനെ എന്ന് അന്നത്തെ ജൂതന്മാർ പറഞ്ഞത്രേ. ബിൽ അദ്ലി ഖാമത്തിസ് സമാവാതു വൽ അർള്, നീതി കൊണ്ടാണ് ആകാശലോകങ്ങൾ നിലനിൽക്കുന്നതത്രേ. എന്തൊരു മനോഹരമായ വാക്ക്, ആശയം. അതുകൊണ്ട് അനീതിയോ അക്രമമോ വെറുപ്പുകളോ ഇവിടെ ആര് പ്രചരിപ്പിച്ചാലും സത്യം തിരിച്ചു വരും, സ്നേഹം തിരിച്ചു വരും, നീതി തിരിച്ചു വരും. ഈ പ്രപഞ്ചം അങ്ങനെ അള്ളാഹു പടച്ചത്. കുറച്ചു നേരത്തേക്ക് പുകമറയുണ്ടാക്കാനോ അസ്വസ്ഥതയുണ്ടാക്കാൻ മാത്രമേ വെറുപ്പിന്റെ ആളുകൾക്ക് സാധിക്കുകയുള്ളൂ. അത് എന്നും നിലനിൽക്കുന്നതല്ല. സത്യം 17 വയസ്സാണ് സത്യത്തിനെന്നും. അതെന്നും തിരിച്ചു വരാൻ കാത്തിരിക്കുകയാണ്. നീതി തിരിച്ചു വരും, അനീതി നിഷ്പ്രഭമാകും, അക്രമങ്ങൾ നിഷ്പ്രഭമാകും, അനീതികൾ ദുഷ്പ്രഭമാകും. അതുകൊണ്ട് സത്യവും ന്യായവും ധർമ്മവും ബോധ്യപ്പെട്ടാൽ അത് സർവാത്മന അംഗീകരിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു വിശ്വാസിയുടെ, മനുഷ്യരുടെ